ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലെ മുഹറം 1 വേണ്ടിയുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കണം, എന്നിട്ട് ഹാഫായി മടക്കണം. എന്നിട്ട് നമുക്കിതിന്മേൽ നല്ല ചിത്രം വരച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, ഞാനിതിലൊരു പൊട്ടത്തിലും കാണിച്ചിട്ടുണ്ട്, അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലെ ചിത്രം വരയ്ക്കാം. പിന്നെ മദ്രസൊക്കെ മുഹറം വന്നതുകൊണ്ട് മദ്രസയിലൊക്കെ ചിലപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് കൊണ്ടുപോകാനുണ്ടാവും. എനിക്ക് മദ്രസയിൽ കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ തെറ്റിയാൽ എൻ്റെ പോലെ മായ്ച്ചു വരയ്ക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ല. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് വരയ്ക്കാം. എന്നിട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കത്രികയിട്ട് മുറിച്ച് കൊടുക്കണം. അതായത് ഔട്ട്ലൈനും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുറിച്ച് കൊടുക്കാം. നമ്മൾ കറക്റ്റായിട്ട് മുറിക്കണം. സൈഡൊക്കെ മുറിയാണ്ട് ആ സാധനം മുറിയാതെ ശ്രദ്ധിക്കണം. ഈ ഗ്രീറ്റിംഗ് കാർഡ് നല്ല അടിപൊളി ഗ്രീറ്റിംഗ് കാർഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അത്ര കഷ്ടപ്പെട്ട് ചെയ്ത് തരുന്നില്ലേ. ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും കൂടി ഇതൊന്ന് വെടിപ്പിച്ചെടുക്കണം. ഇതാണ്. ഇനി നമുക്ക് ഔട്ട്ലൈൻ എടുക്കാം. ഇതാണ് ഞാൻ ചെയ്ത പൊട്ടത്തരം. സത്യം പറഞ്ഞാൽ ഇവിടെ ഔട്ട്ലൈൻ കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം ഇനി നമ്മളിതിൻ്റെ മുകളിൽ കൂടി മഞ്ഞ കളർ പേപ്പർ വെച്ചിട്ട് നമ്മൾ പൊയിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഔട്ട്ലൈൻ കൊടുത്തൊന്നും കാണില്ല. ശരിക്കും ഇവിടെ ഔട്ട്ലൈൻ കൊടുക്കാൻ പാടില്ല. ഞാൻ ഇവിടെ വലിയൊരു പൊട്ടത്തരം കാണിച്ചാണ്. അപ്പോൾ ആരും ഇങ്ങനെയൊന്നും ഔട്ട്ലൈൻ കൊടുക്കണ്ട. അപ്പോൾ എന്തായാലും ഔട്ട്ലൈൻ കൊടുത്ത് പൊട്ടത്തരം കാണിച്ചതായി. ഏതായാലും ഇനി നമുക്ക് ഇതിമ്മക്കൂടുള്ള പെൻസിലിൻ്റെ വര ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മായ്ച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ച ബാക്കിയുള്ള ലൈനൊക്കെ വരച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. നല്ല സുഖമാണല്ലോ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി പെൻസിൽ വരെ കാണുന്നുണ്ട്. അത് നമുക്കൊന്നും കൂടി മായ്ച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു അമ്പിളി ഹാഫ് മൂണിന് വെട്ടിയെടുത്തിട്ട് നമുക്ക് അതിൽ പശ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പും കൂടി, ഇത് പള്ളിൻ്റെ മുകൾ ഭാഗമാണ്, കണ്ടിട്ട് മനസ്സിലായെന്നറിയില്ല. ഏതായാലും ഇതുപോലത്തെ ഒരു ഷേപ്പും കൂടി വെട്ടിയെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. അമ്പിളിൻ്റെ ഇതുപോലെ വീഡിയോയിൽ കണ്ട പോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് വൈറ്റ്നർ എടുത്തിട്ട് ഇതുപോലെ കുറേ കുത്തിട്ടെടുക്കാം. ഇത് നക്ഷത്രമാണ്. കുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുഹറം 1 എഴുതി കൊടുക്കാം. മുഹറം വൈറ്റ്നർ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. 1 എഴുതി കൊടുക്കാം. ഇനി തുറന്നിട്ട് നമുക്ക് ഈ മഞ്ഞ ഇവിടെ ഒട്ടിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ കാരണം പൊട്ടത്തരം മനസ്സിലായില്ലേ. അവിടെ ഇപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോൾ അത് കാണില്ല. അതായത് നമുക്കിപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇത് ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഔട്ട്ലൈന് ഒന്നും കൂടി വരച്ച് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ അതിൽ കൃത്യമായി വരച്ച് കൊടുക്കാം. നേരത്തെ തെറ്റി, പക്ഷെ ഇപ്പം തെറ്റാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഉള്ളിലിങ്ങനെ ഔട്ട്ലൈൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുല്ലു ആമിൻ വ അൻതും ബിഗർ എഴുതി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഔട്ട്ലൈനുമായിട്ട് നമുക്ക് ബ്ലാക്ക് മാർക്കർ വെച്ചൊന്ന് എഴുതി കൊടുക്കാം. കൊല്ലു ആമിൻ വ അൻതും ബിഗർ. എനിക്കിത് മദ്രസ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ആമുൻ ജമാഇ 1447 എന്ന് അറബിയിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ എഴുതേണ്ട പോലെ തന്നെ എഴുതിയാൽ മതി. പിന്നെ കുറച്ച് ഡിസൈനായിട്ട് കുറച്ച് കുത്തൊക്കെ നോട്ടെ. കുത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, കുത്തിട്ടാലോ.
ഞാൻ കുറച്ച് കുത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് 2 ഗ്രീറ്റിംഗ് കാർഡ് അടിപൊളിയായിട്ടില്ലേ. പുതിയൊരു കാണുമ്പോൾ എല്ലാവർക്കും ബൈ.